പോലെ നിന്നെ ശുശ്രൂഷിക്കാനും നിന്റെ നല്ല ദൃഷ്ടപ്രകാരം നിന്നെ പ്രസാദിപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ നീ ഫലപ്രദമാക്കുകയും അനേക ഉപജീവനത്തിന് ഉപയുക്തമാക്കുകയും ചെയ്യണമേ. അച്ഛനായ യോസേഫിന്റെ ഭവനത്തിൽ ജീവിച്ച് അതിനെ ദൈവമാക്കി തീർത്ത നിന്റെ ഏകജാതൻ മുഖാന്തരം നാഥ, ഞങ്ങൾ വിവിധ തൊഴിൽ മേഖലകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും വേല ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഭയമോടെ കർത്തൻ തന്റെ കൽപ്പനകളിൽ മോദിക്കുന്നു. ധന്യനകോ തൻ സന്തതികൾ ഈ ഭൂവിൽ ബലമൊടുവാഴും. തലമുറയോ വാഴുകളാൽ പൂരിതമാകും സമ്പത്തോടൈശ്വര്യങ്ങൾ നെടുമോഹൻ നീതിയിൽ മേരുള്ളിൽ ദ്യൂതി ഉദയം ചെയ്യും. നേരും നീതിയുമുള്ളോർക്കായി ദീനനു കാരുണ്യം ചെയ്യുമോ യവഹാരേ വിജയം നേടോ. ദുർഭാഷണമനിൽ തെല്ലും ബിയേവായാകിൽ നിത്യമനമൂതി സുസ്ഥിരനായും ദൈവാനായും അവൻ മേവും പാരുമോ. ഭൂതലവാസികളെ നിങ്ങൾ നാഥനെ വാഴ്ത്തിന്മോദത്ത തന്തയ നമ്മൾക്കെന്നെന്നും ദുർഗം തൻ രാജൻ പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭുഘോഷിയും ഒരു നാളും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാനിടയെ യോഗ്യരാക്കി തീർക്കണമേ. സകലത്തിന്റെയും ശുദ്ധതാവും പരിപാലകനുമായ ദൈവമേ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും നിന്റേതാകുന്നു. നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണാതോന്നുവാനും നന്മകളാൽ അവരെ നിറയ്ക്കുന്നവനും നീയാകുന്നു. ദൈവമായ കർത്താവേ, മനുഷ്യൻ ഭൂമത്തെ ഏർപ്പോടെ ഉപജീവനം കഴിക്കണം എന്നറിയാതിന്റെ ജനം ഉപജീവനത്തിനായി കൃഷിയും കച്ചവടവും ഇതര ജോലികളും സ്വീകരിക്കുന്നു. അവയെല്ലാം നിന്റെ ദൃഷ്ടത്തിന് അനുരൂപമായും നിന്റെ ജനത്തിന് പ്രയോജനകരമായും രൂപാന്തരപ്പെടണമേ. അതായത് ഇപ്പോൾ നിന്റെ മക്കൾ ആരംഭിക്കുന്നതായ ഈ സ്ഥാപനത്തെ വാഴ്ത്തണമേ. ഇതിനെ തിരുമ്പാകെ സന്ദർശിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിനക്ക് ഈ സ്ഥാപനത്തിന്റെ ശുദ്ധീകരണത്തിൻ്റെതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആഷ്കാരം ഒക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങക്ക് യോഗ്യമാകുന്നു. വിഗ്രഹം ജയമോ സ്വാതഹായ പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും യാതനകൾക്ക് ഉത്തരവിടുകയും ചെയ്യുന്നതുമായ കർത്താവേ, ഞങ്ങൾ ലീനമായ അപേക്ഷകളെ സമർപ്പിക്കുന്നു. ആ പേരിന്റെ കാഴ്ചയും ഹാനോക്കിന്റെ ശുശ്രൂഷയും പോലെ ഞങ്ങളുടെ ശുശ്രൂഷയും സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാവും നിന്റെ സ്നേഹിതനുമായ പ്രാവിന്റെ വിശ്വാസം നിനക്ക് ആനന്ദകരമായി തീർന്നതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ ആനന്ദിപ്പിക്കുമാറാകണമേ. ലാഭാനുഭവത്തിനെ നീക്കാത്തവനെ വലിയവനാക്കി സമ്പാദികൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ ഈ സ്ഥാപനം ഐശ്വര്യമുള്ളതായി തീരുകയും ഈ നിന്റെ ദാസനും മറ്റനേകരും ഇതുമൂലം നന്മ അനുഭവിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. അനീതിയും ചൂഷണവും വഞ്ചനയും ഇതിനെ കാരണമാക്കാതെ ഈ സ്ഥാപനത്തെ നീ സംരക്ഷിച്ചു വിടണമേ. ഇതിലെ അഭിപ്രായങ്ങളെ നീതിയിൽ നിലനിർത്തണമേ. ഈ സ്ഥാപനത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് ആവശ്യമായിരിക്കുന്ന ദിശാബോധവും ദർശനവും നീ തന്നെ നൽകണമേ. പ്രകൃതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും ഇതിനെ നയിച്ചു കൊള്ളണമേ. നഷ്ടവും പരാജയവും ദോഷമുണ്ടാകാതെ നീ ഇതിനെ കാത്തുകൊള്ളണമേ. ഈ സ്ഥാപനത്തെയും ഇതിനെ പ്രവർത്തകരെയും അപകടങ്ങളെന്നും അനർത്ഥങ്ങളെന്നും സൂക്ഷിച്ചു കൊള്ളണമേ. അനേകർക്ക് സഹായം നൽകുന്നതും അനേകരാൽ സഹായിക്കപ്പെടുന്നതുമായ ഒരു സ്ഥാപനമായതിനെ ആക്കി തീർക്കണമേ. കർത്താവേ, ഇതിന്റെ ഉടമസ്ഥരെയും ഇതിന്റെ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. ഇവരെ വാങ്ങിപ്പോയവരെ നീ ആശ്വസിപ്പിക്കണമേ. പരസ്പരം സ്നേഹിക്കുന്നതിനും സേവന മനോഭാവമുള്ളവരായി ഇവരെ നിലനിർത്തണമേ. സന്തോഷവും സമാധാനവും
സ്ഥാപനത്തിന്റെ പുരോഗതിക്കും നീതിപരമായ വളർച്ചയ്ക്കും ഒരു മുതൽക്കൂട്ടായിരിക്കണമേ. ഇതിന്റെ അഭിവൃദ്ധി കണ്ട് സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് ഇടയാക്കണമേ. അധ്വാനത്തിന്റെ മൊത്തത്തെ ആദരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ ദേവമാതാവിന്റെയും ഹൃദയാദിയുടെയും മോർ ഗ്രിഗോറിയോസിന്റെയും മോർ ഗീവറിയോസിന്റെയും മോർ ബിസേലിയോസിന്റെയും മോർ ദീവനാസിയോസിന്റെയും മധ്യസ്ഥതയും ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിന് സഹായവും അവയുമായി തീരണമേ. ഞങ്ങൾ നിനക്കുന്നതിന് ഏകജാതനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ദൈവത്തിലെന്ന കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലേക്കും കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മാതാവും ശുദ്ധന്മാരും ആർത്തിക്കും മധ്യസ്ഥതയാൽ പാഴ്വമ്പോടി വീടിനും വീട്ടാർക്കും പിതാവിന്റെ പുത്രന്റെ ജീവനുള്ള വിശുദ്ധ നാമത്തിൽ സകലവിധമായ അശുദ്ധതയിൽ നിന്നും മുദ്രയിട്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സ്ഥാപനം വാഴ്ത്തി പുണ്യപ്പെടുത്തുന്നതാകട്ടെ. ശുദ്ധന്മാരും ആർത്തിക്കും ഈ സാഗരത്തിലേക്കും വാഴ്ത്തപ്പെട്ട് എടുപ്പുള്ളതായി തീരട്ടെ. പുത്രന്റെ ജീവനുള്ള വിശുദ്ധ നാമത്തിൽ ഈ സ്ഥാപനം ശുദ്ധീകരിക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പുത്രന്റെ ജീവനുള്ള വിശുദ്ധ നാമത്തിൽ ഈ സ്ഥാപനത്തെ ഉപകരണങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവിക്കുന്നതായ ശ്രീകോണത്തിൽ ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടതായി തീരട്ടെ. മറന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ജീവിക്കുന്നതായ ശ്രീകോണത്തിൽ ഈ വിഭാഗം അനുഗ്രഹിക്കപ്പെട്ട് ശുദ്ധീകരിക്കുന്നതായി തീരട്ടെ. നാമത്തിൽ ഈ സ്ഥാപനത്തെ ഉപകരണം ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നാമത്തിൽ ഈ സ്ഥാപനം ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് ജീവൻ ജീവിക്കുന്ന ശ്രീമണത്തിൽ ഈ ഉപകരണം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടതായി തീരട്ടെ. നാമത്തിൽ സകലവിധമായ അശുദ്ധതയിൽ നീ സ്ഥാപനം ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു.
ജീവിക്കുന്നതായ ശ്രീവരത്തിൽ ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കട്ടെ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശ്വരൂപാടെയും നാമത്തിൽ ഈ സ്ഥാപനത്തെയും ഇതിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശ്വരൂപാടെ നാമത്തിൽ ഈ സ്ഥാപിത ഉപകരണം ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശ്വരൂപാടെ നാമത്തിൽ ഈ സ്ഥാപനത്തിൽ ഉപകരണം ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. മാതാവും ശുദ്ധന്മാരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ഋഗനാഥൻ ജീവിക്കുന്നതുമായ ശ്രീവരത്തിൽ ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടട്ടെ. വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശ്വരൂപാടെ നാമത്തിൽ ഉപകരണങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശ്വരൂപാടെ നാമത്തിൽ ഈ സ്ഥാപനം ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശ്വരൂപാടെ നാമത്തിൽ ഈ സ്ഥാപനം ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശ്വരൂപാടെ നാമത്തിൽ ഈ സ്ഥാപന ഉപകരണങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവിക്കുന്ന ശ്രീമരണത്തിൽ ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട
ജീവനത്തിൽ ഈ ഭാരം സാവെങ്കിലിരിക്കട്ടെ ശുദ്ധീകരിക്കട്ടെ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി കൊണ്ടുപിടുത്തുമാറാട്ടെ. ദൈവമായ കർത്താവ് നമുക്കും നമ്മളെ വാങ്ങിപ്പോയവർക്കും പാപരിഹാരം നൽകുമാറാകട്ടെ. അത് പരിശുദ്ധാത്മാവാം ദൈവമേ, ബലഹീനവും കുരുടവുമായ ഞങ്ങളുടെ പ്രാർത്ഥന അടുത്ത ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കൈക്കൊള്ളപ്പെടുകയും അംഗീകാര യോഗ്യമാക്കി തീർക്കുകയും ചെയ്യുമാറാകണം. അപ്പോൾ റൂഹോ കാദീശോ ഓശോ മുക്കുൽസുഖാൻ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹമേ, A pleasant morning to one and all. Today is a very special day for our Kerala family. Today, by God's grace, we are upgrading our dental clinic as well as dental lab. The main intention is to render quality treatment for our patients and to upgrading the lab facilities. I welcome as well as thank our Barsovachin as well as Stephen Achin for blessing our clinic. I welcome all friends and family members for coming for our function. In all our good times, our Baba Tirvedi had accompanied us. But today, due to the circumstances, he is not able to be with us. So, he has delivered his regards through a pre-recorded video. In this video, he has delivered his gratitude and also inaugurated our dental clinic as well as the lab. Now let us see what Tirumeni would like to deliver to us. പ്രിയ ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ നാട് കുന്നംകുളമാണെന്ന് എല്ലാവർക്കും അറിയാം. കുന്നംകുളം ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സൗഖ്യ, പ്രത്യേകിച്ച് ദന്ത മേഖലയിൽ അതിപ്രശസ്തിയാർന്ന സേവനം കാഴ്ചവെക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഡോക്ടർ കുരുവിള. അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ ഡെന്റൽ ക്ലിനിക്കും ഡിജിറ്റൽ ഡെന്റൽ ലാബും അങ്ങനെ ഒരു പുതിയ യൂണിറ്റ് കുന്നംകുളം മെയിൻ റോഡിൽ ഗേൾസ് ഹൈസ്കൂളിൻ്റെ സമീപത്ത് ആരംഭിക്കുകയാണ്. ഡോക്ടർ കുരുവിള കുന്നംകുളത്ത് വന്ന് താമസിച്ച് എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരു ഉന്നത വ്യക്തിയാണ്. ദന്ത ഡോക്ടർ എന്ന് ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തെ നമുക്ക് നാമകരണം ചെയ്യാമെങ്കിലും അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനം ഇന്ന് പടർന്ന് പന്തിരിക്കുകയാണ്. ആ കുടുംബത്തിലെ എല്ലാ ശാഖകളും ആരംഭിക്കുമ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരെ എല്ലാവിധത്തിലും മംഗളം ആശംസിക്കുകയും അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവമുണ്ടാകെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതൊരിക്കൽ കൂടെ ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ കുരുവിള എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ രാജുവിൻ്റെ ഭാര്യ സരസമോൾ, സാജൻ, ഡോക്ടർ ടീന എന്നിവരാണ് ഈ പുതിയ യൂണിറ്റ് ആരംഭിക്കുന്നത്. ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറയുന്നത് അവരെല്ലാം ഒരു നല്ല ഒരു ഡിഗ്നിഫൈഡ് ആൻഡ് നോബിൾ നേച്ചർ അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഡെന്റൽ മേഖലയിലെ അവർക്ക് ഇത്രമാത്രം വളരാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ദൈവം അവരുടെ ഗ്രാൻഡ് പപ്പ ഡോക്ടർ കുരുവിള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് ഈ പിന്തലമുറക്കാരായ
രാജൻ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ആരംഭിക്കുന്ന ഡോക്ടർ കുരുവിള മെമ്മോറിയൽ ഡെന്റൽ ക്ലിനിക്കും ഡിജിറ്റൽ ഡെന്റൽ ലാബും ആ യൂണിറ്റ് വളരട്ടെ, ശക്തിപ്പെടട്ടെ, അനേകർക്ക് സൗഖ്യം ലഭിക്കാനിടയാകട്ടെ. പുതുതായി ആരംഭിക്കുന്ന ഈ ഡെന്റൽ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാ ആശംസകളും അതിനെ നേരുന്നു. 작업을 시작합니다. പിന്നെ മാക്സ് മെഷീൻ. ഇത് കുന്നംകുളത്തെ ഏത് സ്ഥാപനത്തിലുണ്ടോ? എവിടെ ഇല്ലല്ലോ. കുന്നംകുളത്ത് മാത്രമല്ല, നമ്മുടെ സറൗണ്ടിങ് ഏരിയയിൽ ക്ലിനിക്കുകളിൽ വെച്ചിട്ടുള്ള സിസ്റ്റം നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. മറ്റ് സ്ഥാപനങ്ങളും വരാം ഇവിടെ മോൾഡിങ്ങിന് വേണ്ടിയിട്ടല്ലേ. വേറെ സാധനങ്ങളും I thank one and all. I ask you to kindly pray for us so that we can continue to do good work. We are all very happy, and I request one and all to to partake with our happiness, have snacks and small tea that we have arranged. Thank you all. അടുത്തതായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിയിട്ട് ഒരു മൊമെൻ്റ് കൊടുക്കുന്നതാണ്. അതിനാദ്യമായി റയാൻ രാജ് കുരുവിള ക്ഷണിക്കും. സാനിയ സദൽ ക്ഷണിക്കും. സെലിം സിരാജ് സിന്ധ്യ സദൽ എല്ലാവരും കാപ്പി കുടിച്ചിട്ട് ശേഷം പോകാം.